നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുടുംബത്തിലെ ദാരിദ്ര്യങ്ങൾ പൂർണ്ണമായും മാറുവാനും കൂടാതെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാകുവാനും അതിനോടൊപ്പം തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി നിറയുവാനും ഇതിനെല്ലാം ഉപരി വീട്ടിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുവാനും സ്ത്രീകൾ, അമ്മമാർ നിർബന്ധമായും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി പണ്ടൊക്കെ ത്രിസന്ധ്യാ സമയത്ത് മതിലിന് വെളിയിൽ ജ്യേഷ്ഠയ്ക്ക് പുക കാണിക്കുക എന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നിലവിളക്ക് കൊളുത്തുക. അതായത് വീടും പരിസരവും തൂത്തുവാരി വൃത്തിയാക്കി ചപ്പുചവറുകൾ വെളിയിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുക. ശേഷം ജലം തളിച്ച് പരിസരം ശുദ്ധമാക്കി പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തുക. അതിനുശേഷം സന്ധ്യനാമം ജപിക്കുക. ഇതായിരുന്നു പണ്ടുള്ള രീതികൾ. പുക കണ്ട് തൃപ്തിപ്പെട്ട് ജ്യേഷ്ഠ ഭഗവതി വെളിയിൽ നിൽക്കുകയും വൃത്തിയും നിലവിളക്കും നാമജപവും ഇഷ്ടപ്പെട്ട് ലക്ഷ്മി ഭഗവതി ഗൃഹത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതാണ് വിശ്വാസം. രണ്ടുപേരും ഒരേ ഭഗവതിയുടെ ഭാവങ്ങൾ തന്നെയാണ്. ഒരാൾ ഐശ്വര്യത്തിൻ്റെ ദേവതയും മറ്റേയാൾ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ദേവതയും. ദേവന്മാർക്കുണ്ടായ ജരാനരകൾ മാറ്റുന്നതിനായി അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ പല ദിവ്യ വസ്തുക്കളും ലഭിച്ചു. ആ സമയം പാലാഴിയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠയും. ലക്ഷ്മിയെ വിഷ്ണു ഭഗവാൻ പത്നിയായി സ്വീകരിച്ചു. മൂശേട്ട, അലക്ഷ്മി, മൂദേവി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജ്യേഷ്ഠയെ ദുർമാർഗികളിലും വൃത്തിയും വെടുപ്പും ഇല്ലാത്തിടത്തും മദ്യപാനം, ചൂതുകളി ഇവ ഉള്ളിടത്തും വസിക്കുന്നതിന് അനുവദിച്ചു. ഒരിക്കൽ ലക്ഷ്മി ഭഗവതിയും ജ്യേഷ്ഠ ഭഗവതിയും കൂടി ഒരു സായാഹ്ന സവാരിക്കിറങ്ങി. ഗ്രാമത്തിലെ തെരുവിൽ കൂടി അവരങ്ങനെ കഥകൾ പറഞ്ഞു നടക്കുകയാണ്. ആ സമയം വഴിയരികിലുള്ള ഒരു ഭവനത്തിൽ നിന്നും അതിമധുരമായ സ്വരത്തിൽ ഒരാൾ ദേവീസ്തുതികൾ ആലപിക്കുന്നത് കേട്ടു. രണ്ടുപേരും അതിൽ ലയിച്ച് അവിടെ നിന്നു. അപ്പോൾ ജ്യേഷ്ഠ പറഞ്ഞു, അനുജത്തി, നിന്നെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനം ആരോ ആലപിക്കുന്നത് കേട്ടില്ലേ? അത് കേട്ടിട്ടും നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്? അവിടെയൊന്ന് കയറിയിട്ട് വരൂ. ശരിയെന്ന് ജ്യേഷ്ഠ ഭഗവതിയോട് ലക്ഷ്മി ദേവി പറഞ്ഞു. പിന്നീട് ആ ഭവനത്തിലേക്ക് കയറാനൊരുങ്ങി. എന്നാൽ നടവാതുക്കൽ എത്തിയ ദേവി അവിടെ തന്നെ വിഷമിച്ചു നിന്നു. കാരണം ആ ഭവനം വളരെ വൃത്തിഹീനമായിരുന്നു. നായ്ക്കളുടെയും പൂച്ചകളുടെയും മറ്റും വിസർജ്യ വസ്തുക്കൾ അവിടവിടെ വീണു കിടന്നിരുന്നു. കോഴികൾ അതെല്ലാം ചികഞ്ഞു നടക്കുന്നു. കുളിക്കാതെയും വൃത്തിയില്ലാതെയും അല്പവസ്ത്രധാരികളായ 2-3 കുട്ടികൾ ഇവയുടെ ഇടയിൽ കൂടി തമ്മിൽ തല്ലി നടക്കുന്നു. പശുത്തൊഴുത്തും വളരെ വൃത്തിഹീനമായിരുന്നു. അതിൽ ഒരു പശു എല്ലും തോലുമായി നിന്ന് കരയുന്നു. ഗൃഹനാഥ തലയ്ക്ക് കൈകൊടുത്ത് പാടുന്ന ആളിനെ ശകാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരവസ്ഥയിൽ ലക്ഷ്മി ദേവിക്ക് അങ്ങോട്ട് നോക്കുന്നതിന് പോലും സാധിച്ചില്ല. ദേവി ജ്യേഷ്ഠയോട് പറഞ്ഞു, ദേവി, ഇത് എനിക്കിരിക്കാൻ പറ്റിയ ഇടമല്ല, അവിടത്തേക്ക് പറ്റിയ സ്ഥലമാണ്. അതെയോ എന്ന് ചോദിച്ച് സന്തോഷത്തോടു കൂടി ജ്യേഷ്ഠ ആ വീടിനുള്ളിലേക്ക് കാലെടുത്തു വെച്ചതും അവരുടെ ഏക വരുമാന മാർഗമായിരുന്ന പശു നിലത്തു വീണ് ചത്തു. തുടർന്ന് അവിടെ കൂട്ടക്കരച്ചിലും ബഹളവുമാണ് കേട്ടത്. പിന്നീട് രണ്ടുപേരും വീണ്ടും മുമ്പോട്ട് തന്നെ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്നും ഒരു പശുവിൻ്റെ ദീനമായ കരച്ചിൽ കേട്ടു. അതെന്താണെന്ന് അറിയുന്നതിനായി രണ്ടുപേരും അവിടെ തന്നെ നിന്നു. പതിവ് പോലെ ആദ്യം ലക്ഷ്മി ദേവിയാണ് അകത്തേക്ക് കയറിയത്. അവിടെ കണ്ട കാഴ്ചകൾ ദേവിയെ സന്തോഷഭരിതയാക്കി. കാരണം വീടും പരിസരവും തൂത്ത് ചാണകം തളിച്ച് ശുദ്ധമാക്കിയിട്ടിരിക്കുന്നു. പൂമുഖത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ചന്ദനത്തിരിയുടെ സുഗന്ധം അവിടെയെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ഗൃഹനാഥനും കുട്ടികളും പൂമുഖത്തിരുന്ന് നാമം ജപിക്കുന്നു. തൊഴുത്തിലേക്ക് നോക്കിയ ദേവി വളരെ സന്തോഷവതിയായി. കാരണം അവിടെ ഒരു പശു പ്രസവിക്കുന്നതിനുള്ള ആരംഭമാണ്. ആ വീട്ടമ്മ അതിൻ്റെ വീർത്ത വയറിൽ തലോടിയും സമാധാനിപ്പിച്ചും ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ട് നിൽക്കുന്നു. ലക്ഷ്മി ദേവി ആ മുറ്റത്തേക്ക് കാലെടുത്തു വെച്ചതും പശു പ്രസവിച്ചതും ഒന്നിച്ചായിരുന്നു. നല്ല ഐശ്വര്യമുള്ള ഒരു പശുക്കിടാവ്.
ആ വീട്ടമ്മ പശുക്കിടാവിനെ കണ്ടതും സന്തോഷം കൊണ്ട് അമ്മേ, മഹാമായെ നീ തുണച്ചു, മഹാലക്ഷ്മിയെപ്പോലെ ഇവൾ പിറന്നല്ലോ എന്നു പറഞ്ഞു. അത് കേട്ടതും ദേവി അറിയാതെ പുഞ്ചിരിച്ചുപോയി. ആ പുഞ്ചിരി ആ ഗൃഹത്തിൽ സമസ്ത ഐശ്വര്യങ്ങളും നിറച്ചു. ലക്ഷ്മി ദേവി തിരികെ ഇറങ്ങി കാത്തുനിന്ന ജ്യേഷ്ഠയോട് പറഞ്ഞു, വരൂ ജ്യേഷ്ഠത്തെ, അങ്ങോട്ട് നോക്കുകയേ വേണ്ട, നമുക്ക് യാത്ര തുടരാം. അവർ മുമ്പോട്ട് നടന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഗൃഹത്തിൻ്റെയും ഐശ്വര്യം അതിൽ വസിക്കുന്നവരുടെ കൈകളിൽ തന്നെയാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഉപയോഗശൂന്യമായ വസ്തുക്കൾ സ്ഥിരമായി മുറികൾക്കുള്ളിൽ സൂക്ഷിക്കാതിരിക്കുക. കുട്ടികളെ കൃത്യമായി ദിനചര്യകൾ പാലിക്കുന്നതിന് പരിശീലിപ്പിക്കുക. ദൈവവിശ്വാസം, സ്നേഹം ഇവ കുട്ടികളിൽ ദൃഢമാക്കുക. മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ചും കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒരു ചെറിയ പൂജാമുറി സൗകര്യപ്പെടുത്തി വൃത്തിയായി സൂക്ഷിച്ച് 2 സന്ധ്യകളിലും ഇഷ്ടദൈവത്തിൻ്റെ ചിത്രം വെച്ച് നിലവിളക്ക് കൊളുത്തുക. ഒരല്പസമയം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. പൂജാമുറിക്ക് സൗകര്യമില്ലാത്തവർ പൂമുഖത്ത് വിളക്ക് കൊളുത്തി വെക്കുക. അടുത്തുള്ള ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. ക്ഷേത്ര ദർശനം തീർച്ചയായും മനഃശുദ്ധി നൽകുന്നതാണ്. ഇനി ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പോലും നമുക്കുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബദേവതാ സ്ഥാനത്ത് ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ഇനി കുടുംബത്തിലെ മരിച്ചവർക്ക് അല്ലെങ്കിൽ പിതൃക്കൾക്ക് ബലി നൽകുക. ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഇഷ്ട ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഉചിതം തന്നെ. ഇനി സാധിക്കുമെങ്കിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലെങ്കിലും നമ്മുടെ വീട്ടിൽ നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുക. നല്ല കാര്യങ്ങൾക്കു മാത്രമല്ല, ചീത്ത കാര്യങ്ങൾക്കും ഹൈന്ദവ വിശ്വാസത്തിൽ ദേവരൂപങ്ങൾ ഉണ്ട്. അത്തരത്തിൽ ഒരു ദുർമൂർത്തിയാണ് ജ്യേഷ്ഠ. നല്ലതിനൊപ്പം ചീത്തയും ഉണ്ടാകും എന്നതാണ് ഭാരതീയമായ സങ്കല്പം. പൂർണ്ണതയുടെ അംശമാകുന്ന ശക്തി സ്രോതസ്സുകളിൽ നല്ലതും ചീത്തയും ഉണ്ടാകും. പരാശക്തിയുടെ 8 അംശങ്ങളിൽ ഒന്നാണ് ജ്യേഷ്ഠ എന്ന ജ്യേഷ്ഠ ഭഗവതി. അമംഗളയായ ദേവതയാണ് ജ്യേഷ്ഠ. അതുകൊണ്ട് തന്നെ അമംഗളവും വൃത്തിഹീനവുമായ കാര്യങ്ങൾ അകറ്റി നിർത്തുകയാണ് ജ്യേഷ്ഠയെ അകറ്റി നിർത്താനുള്ള ഏകമാർഗം. അവനവൻ്റെ കടമകൾ, കർമ്മങ്ങൾ ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യുക. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും ലക്ഷ്മി ദേവി നമ്മളെ വിട്ടുപോകുന്നതല്ല. ഇനി ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണെന്നാൽ, ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠ ഭഗവതിയും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. അതിൽ ആരെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.